ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ക്രംചുംബെ പോണ റൂട്ടിലാണുള്ളത്. അതായത് മേഘാലയയിലെ ക്രംചുംബെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോണത്. ഇവിടെ നമ്മൾ കതും എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് കതും വില്ലേജിലെ ചെറിയ ചെറിയ പരിപാടികളും അവിടുത്തെ ആളുകളും ഇതൊക്കെയുണ്ട്. ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇറങ്ങി വില്ലേജൊക്കെ പോയിട്ട് ഏകദേശം രാത്രി. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ചർച്ച ഉണ്ട്. ആ ചർച്ചിൽ ഇവരുടെ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് എന്തോ ചെറിയൊരു ഗാനമേളയല്ല, ഒരു ചെറിയ എന്തൊരു പരിപാടി. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കണേ. രാവിലെ ഇതാണ്ട കാഴ്ച. ഇവിടെ ഒരു വണ്ടിയുണ്ട്, ശരിക്കും 2 ടെൻ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടെൻറ്റും ഇത് വേറെ ഒരു മലയാളിയും പിന്നെ ഒരു മുംബൈക്കാരും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നതാണ്. ഞങ്ങൾ വർത്താനമൊക്കെ പറയാം. ഞങ്ങൾ അവർ നേരത്തെ ഇതിന് മുമ്പ് സ്നോ പടാങ്കിലൊക്കെ വെച്ച് കണ്ടാ. അപ്പോൾ ഇത് അവരുടെ വണ്ടിയാണ്. അവരെനിക്കൊന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് നടക്കാനൊക്കെ പോയതാണെന്ന് തോന്നുന്നുണ്ട്. രാവിലെ പോയി ഞങ്ങൾ എണീച്ചപ്പോൾ ലേറ്റായിപ്പോയി. അവരെന്തായാലും ക്രംചുംബെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിന്ന് നേരെ ക്രംചുംബെ കാണുക, അതേപോലെ തന്നെ ചമ്പി കാണുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതാണ് കാലാവസ്ഥ. അടിപൊളിയാണ്, നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരാൾ വീഡിയോ എടുക്കാണ്ട്, ഇവിടെ ഒരാൾ കിടക്കാണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ടെൻ്റൊക്കെ ഒന്ന് ഒതുക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം നോക്കി നിങ്ങൾ, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ല ഇങ്ങനെ വന്നത്. ഇത് ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ സിമെൻറ്റ് ഫാക്ടറി, പിന്നെ അതുപോലെ തന്നെ കോറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇങ്ങനെ ഒരു കളർ കേട്ടോ. അതായത് ഒരു പ്രത്യേക തരം ഒരു കളറാണ്. ശരിക്കും അടിപൊളിയായിട്ടാണ് കാണാൻ. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാനോ ഒന്നും പറ്റൂല കേട്ടോ. ഞങ്ങൾ ഇവിടെ കുളിച്ചൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളമൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കഴിക്കുക. അല്ലാണ്ട് നമ്മൾ ഫുഡിന് അത് യൂസ് ചെയ്തിട്ടില്ല, വെള്ളം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടിപൊളി സ്പോട്ടുണ്ട് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഞങ്ങൾ ഈ വഴി ഇങ്ങനെ അങ്ങാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകട്ടോ. ഇതാണ്ട് ഒരു ബ്രിഡ്ജ്. ഇവിടെ ഒരാൾ വീഡിയോ എടുക്കാണ്ട്, വീഡിയോഗ്രാഫറാണ്. കണ്ടില്ലേ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കി നിങ്ങൾ, അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ശരിക്കും മറ്റേ ഇതല്ലേ സിമെൻറ്റ് ഫാക്ടറിയുടെ എന്തോ ഇതാണെന്നല്ലോ. അതായത് ഇവിടെ മറ്റേ സ്റ്റാർ സിമെൻറ്റ് ഫാക്ടറി, അങ്ങനെ ഒരുപാട് സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്. അതിൻ്റെ കെമിക്കൽസ് വന്ന് ഇങ്ങനെ അടിഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ ഒരു കളറ് തന്നെയാണ് കേട്ടോ. അതാണ് ഈ വെള്ളം ഇങ്ങനെ. പക്ഷേ ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. കണ്ടിട്ട് നമുക്ക് കാണുമ്പോൾ ഇറങ്ങി ചാടാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുളിച്ച് കഴിഞ്ഞാൽ വല്ല അസുഖം പിടിക്കും. അപ്പോൾ അടിപൊളിയാണ് ഇത്. ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പയ്യെ ഞങ്ങൾ ക്രംചുംബെ പോകണം കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ പയ്യെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. നല്ല കനമുള്ള ബാഗ് കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ ഫോട്ടോ പപ്പറിൻ്റെ ടെൻ്റ് ഉണ്ട് കേട്ടോ. അവരെ കണ്ടില്ല, എനിക്കൊന്നും ആരും മേളിലുണ്ടെന്ന് തോന്നുന്നു. ഫോട്ടോയൊക്കെ എടുക്കേണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ നേരെ വില്ലേജിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് നേരെ ക്രംചുംബെ കയറാനാണ് പ്ലാൻ ഇട്ടേക്കണം. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ വന്ന്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു വെള്ളമൊക്കെ കാണാൻ അടിപൊളിയാണ്. വെള്ളത്തിൻ്റെ കളറല്ലേ ഒരു വല്ലാത്ത കളർ. എനിക്ക് ആ സെയിം തന്നെ കേട്ടോ. നമ്മുടെ ലബൂൺ ഫാളിലെ സെയിം ഫീലിംഗ് തന്നെ. ഇതന്നെ അതായിക്കോളൂ. സ്നോ പടാങ്കിൽ ഷിപ്പോക്സ് ഉണ്ടോ? ഓ, പക്ഷെ അവിടെ ഇതൊന്നുമില്ല, മൈനിങ് ഇല്ല, നാച്ചുറൽ ആയിക്കോളൂ അത്. പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് ഈ ലബൂൺ ഫാൾ അങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഭാഗത്ത് തന്നെയല്ലേ ശരിക്കും. ഇവിടെ ഫുള്ള് മറ്റേ സിമെൻറ്റ് ഫാക്ടറി, അതേപോലെ തന്നെ കോറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ വെള്ളത്തിന് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇപ്പോൾ അതിൻ്റെ അംശങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന് വെള്ളത്തിന് ഇപ്പോൾ ഇവിടെ ഒന്നും ആരും കുളിക്കാറൊന്നുമില്ല ഒന്നും അങ്ങനെ. കാരണം ഈ വെള്ളത്തിൽ ഭയങ്കര ഇതാണ്ട കളറ്. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാ. ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമിലൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ ഒന്ന് പല്ലൊക്കെ തേച്ചിട്ടാ ഒന്ന് സെറ്റായി. ഇപ്പോൾ മുകളിലാണ് നമ്മുടെ ബാഗ് വെച്ചേക്കണം. ഇപ്പോൾ ഒരു ചർച്ചയാണ്. ഇന്നലെ നമ്മൾ വന്നതാണ്. ഇപ്പോൾ ഇവിടെ പരിപാടി കാര്യങ്ങൾ കിടപ്പുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. ഷിലോങ്, ഇവർക്ക് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ സഭകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തർ ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ വന്ന് കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ട് അടിപൊളി മനുഷ്യരാണ്. നമ്മുടെ ബാഗ് കാര്യങ്ങൾ അവിടെ ഉണ്ട് വെച്ചേക്കണം. എനിക്ക് പള്ളിയിൽ അച്ഛനാണെന്ന് തോന്നുന്നു ഈ പുള്ളി. എനിക്ക് തോന്നണേ ഇദ്ദേഹം പള്ളിയിൽ അച്ഛനാണോ എന്തോന്ന് അറിയില്ല കേട്ടോ. കണ്ടില്ലേ കപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംമാതിരി. നമ്മുടെ ബാഗ് കാര്യങ്ങൾ അവിടെ വെച്ചേക്കണം. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ.
നമ്മളെ ബാഗ് ഇവിടെ വെച്ചിട്ട് വന്നു വെച്ചാൽ ഹായ് ഹായ് യുവർ നെയിം കേരളീൻ അമ്രമ്മ. ഓ അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ അടുത്താണ്ട് ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഇവരുടെ ചാർജാണ്ട് ഇസ് യുവർ ചാർജ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട്. ഫംഗ്ഷനല്ല, ചെറിയൊരു പരിപാടി നടപ്പുണ്ട് അല്ലേ? എന്ത് പരിപാടിയായിരുന്നു ശരിക്കും ഇവിടെ? കോൺഫറൻസ് പറഞ്ഞവർ ഇതുപോലെ പല ചർച്ച് ബ്രാഞ്ചസ് ആൾക്കാർ വന്നിട്ട് ഇവിടെ എന്തോ കോമ്പറ്റീഷൻ പോലെ കോൺഫറൻസ് ആണ് ആണല്ലേ? അടിപൊളിയായിരുന്നല്ലേ ഇന്നലെ നമ്മൾ വന്നപ്പോൾ? നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ ഭയങ്കര ഇതിലാണ്ട് ഇവർ വെൽക്കം ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബാഗ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ. ഭയങ്കര ഇതാണ്, സന്തോഷമുണ്ട്. ഒരു പട്ടിക്കുട്ടുണ്ട്. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നേട്ടാ. ഞങ്ങളിപ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ നമ്മൾ ക്രംചുംബയിലേക്ക് പോണ റൂട്ടാണ് കേട്ടോ ഇത്. ക്രംചുംബയിലേക്ക് പോകണ്ടേ? അങ്ങനെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കിട്ടാ, പിന്നെ ചായ ഉണ്ടാക്കി. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടാ. യുവർ നെയിം? Gitanjali. Oh, Gitanjali from Mumbai. I'm from Pune. Pune. Oh. Not from Pune. I live in Pune, but I'm from Latur, Maharashtra. Oh, bro, ഒന്ന് പരിചയപ്പെടുത്ത്. ഫൈസൽ ഫ്രം മലപ്പുറം. മലപ്പുറം ഡോക്ടറാണ്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവരിവിടെ ടെൻ്റ് അടിച്ചാണ്. അപ്പോൾ നമ്മളും അവരുടെ കൊണ്ട് ടെൻ്റ് അടിച്ചു. ഞങ്ങൾ ശരിക്കും സ്നോപ്പെടാൻ വെച്ചേണ്ട സ്ഥലവും ഫ്രം നേപ്പാൾ. എന്നാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ക്രംചുംബെ പോണേണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്ററുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഞങ്ങൾ വന്ന വഴിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് തന്നെ കേട്ടോ. ഒരു വീടിൻ്റെ ഉള്ളിലാണ് പോസ്റ്റ് ഓഫീസ്. ഇന്ത്യ പോസ്റ്റ് കതും എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ. പിൻകോഡ് 793210. 7 മണി തൊട്ട് 9 മണി വരെ, പിന്നെ 3 മണി തൊട്ട് 5 മണി വരെ കേട്ടോ. കൊള്ളാട്ടെ, ഇത് വീടാണ്. വീട്ടിൽ പോസ്റ്റ് ഓഫീസ് കേട്ടാ. എന്തായാലും നമ്മൾ കണ്ട ഭയങ്കര ഇതായി പോയിട്ട് വല്ലാത്ത കൗതുകം അല്ല. നമ്മൾ പോണ ഈ കണ്ടല്ലേ ഇത്. നമ്മൾ പ്രതീക്ഷയില്ല ഇങ്ങനെ ഈ ഒരു വീടിൻ്റെ അവിടെ. കാരണം പക്ഷേ ഇവിടെ നിന്നൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ വരുമെന്ന് ആലോചിക്കണം. ഇവിടെ കൂടുതലും 4x4 വണ്ടി മാത്രമേ കയറുള്ളൂ കേട്ടോ. പിന്നെ ബൈക്കൊക്കെ കയറാണ്ട്, പക്ഷെ അത് ഭയങ്കര മുക്കിയൊക്കെയാണ്ട് കയറണം. അപ്പോൾ അവിടെ അവിടെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വന്നാട്ടാ. അത് നമുക്കിന്നെ ക്രംചുംബെ കയറണം. കാരണം ഇപ്പോൾ തന്നെ ലേറ്റായി, ഫുഡൊക്കെ ഉണ്ടാക്കി. അവരോട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ നേരത്തെ പോകണേണ്. അവർ നേരെ ഷിലോങ് പിടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അവരെ കണ്ടതിലും സന്തോഷം. അപ്പോൾ അവരെന്തായാലും നേരെ പോകണേന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കേവിലേക്ക് പോകണ വഴിക്ക് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചേക്കണം എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാരണം ആളുകൾ വെറുതെ പോയി മനസ്സിലായി ഏകദേശം 27 കിലോമീറ്റർ അതിൽ കൂടുതൽ എന്തുകൊണ്ട് തോന്നല്ലേ. പെട്ടിട്ട് സേഫാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന ആൾക്കാർ ഗൈഡിനെ കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കിട്ടും. കാരണം ഒരുപാട് ദൂരം കേവിലേക്ക് കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കേവിൽ നമ്മൾ ഇതുണ്ട് ഗൈഡിനെ ബുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം റേറ്റ് എത്ര വരുമെന്ന് വല്ലതും അറിയാമോ? പിന്നെ ഗൈഡിന് 1500 പറയുന്നത് ലെവലെത്തിക്കുക. കാരണം നമ്മൾ വില പേശണ പോലെ ഇരിക്കും. ഏത് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയാലും നമ്മൾ വില പേശി കഴിഞ്ഞാലേ നടപടിയാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ ബ്ലൈൻഡ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ മാത്രം അത്യാവശ്യം ഒരുപാട് മീനുകളുണ്ട് ഈ കേവിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ ഒരു റിവർ പോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരുപാട് ഫിഷുകൾ കാണാൻ പറ്റും. പിന്നെ അതിന് മെയിനായിട്ട് കാണുന്നതിൻ്റെയൊക്കെ ഇതാണ് ഫോട്ടോ കാര്യങ്ങൾ കൊടുത്തേക്കണം. കേവിൻ്റെ ഉള്ളിൽ ഓരോരോ ഭാഗങ്ങളും അതിൻ്റെ ഫോട്ടോസും പിന്നെ ആളുകൾ നിൽക്കണതിൻ്റെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ഇതൊക്കെ കണ്ടില്ലേ, വിക്കിപീഡിയയിലൊക്കെ ഇതിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഈ ഒരു കേവിനെ കുറിച്ച് അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കുടും എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്, അതായത് വില്ലേജിൽ പെട്ടതാണ് ഈ ഒരു കേവ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പയ്യെ യാത്ര ചെയ്യാം. ഞങ്ങളൊക്കെ പയ്യെ ഇവിടെ റെസ്റ്റ് ചെയ്ത് വാട്ടർഫാൾ സൗണ്ട് കേൾക്കാമല്ലോ ഇവിടെ നിന്ന്. പക്ഷേ ഈ ക്യാമറയിൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ചിലവ് വിട്ടാലോ. നമ്മളെ പോണ റൂട്ട് വയ്ക്കുക ഫുള്ള് ബാമ്പ് കൊണ്ടേ കാണാം. ഇതിൻ്റെ നടുക്കൂടിയാണ് യാത്ര. കുറേയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞും മറിഞ്ഞൊക്കെ വീണ് നടപ്പുണ്ട്. കുറേ പേരൊക്കെ ഇത് യൂസ് ചെയ്യണ്ട. ഇവിടെയുള്ള ആൾക്കാർ വീട് പണിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ ബാമ്പുമാണ്. അതുപോലെ തന്നെ വീട്ടിൽ മാറ്റ് കാര്യങ്ങൾക്കൊക്കെ പകരം ബാമ്പുവിന് ഇങ്ങനെ കീറി ഒരു ഷീറ്റ് പോലെയൊക്കെ എടുക്കട്ടെ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ടാ. നല്ല അടിപൊളി, നല്ല തണലാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ.
നമ്മളിപ്പോൾ വാട്ടർഫാൾ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്ന് തോന്നണേ. ആ ഒരു ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാനിങ്ങനെ പയ്യെ വീഡിയോ എടുക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയതാണ്ടാ. ലൈഫിൽ നല്ല ഫീലാണ്ടോ. നമ്മൾ ലൈഫിൽ ഇതേപോലെയുള്ള യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമില്ലേ, അത് ഭയങ്കരമാണ്. ഞാനിങ്ങനെ കണ്ടില്ലേ, നമ്മുടെ വെള്ളമുണ്ട്, പിന്നെ ഈ ഒരു വടിയും കുത്തിയാണ്ട് കിടക്കുക. എൻ്റെ ചെരുപ്പായതുകൊണ്ടാണ്, കാരണം നമ്മുടെ ഷൂ കീറിപ്പോയിട്ടോ, അതുകൊണ്ടാണ് ഷൂ ഇല്ല. ഞാൻ ആ ഷൂ ഒരു എന്താ പറയുക നല്ല രീതിയിൽ യൂസ് ചെയ്തു. അതായത് ഒരുവിധം പൊളിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തു. പിന്നെ അതിട്ടിട്ട് കാല് ഭയങ്കര വേദനെടുക്കാൻ തുടങ്ങി. കാല് ഇങ്ങനെ തൊലിയൊക്കെ പോകണം അതിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റിയതാണ്. ഒരു ഷൂ എടുക്കണം ഇൻഷാല്ലാ. നിങ്ങൾ ഈ ചാനൽ അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ എത്താറായി തോന്നുന്നത്. സൗണ്ട് കേൾക്കണ്ട. ഇനിയിപ്പോൾ ഈ കാറ്റിൻ്റെ സൗണ്ടാണോ വാട്ടർഫാളിൻ്റെ സൗണ്ടാണോ മനസ്സിലാവില്ല. ഇവിടുന്ന് ഇങ്ങനെ കയറി വേണം കേട്ടോ. അപ്പോൾ എനിക്ക് ഷൂ ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ കേവിലേക്ക് പോകണ റൂട്ട് എത്തിയേട്ടാ. ഇത് നോക്കി ഇങ്ങനെ ഇറങ്ങണം കേട്ടോ. എനിക്ക് വേറെ പുതിയൊരു മുളക് രീതി ധാരെല്ലാം എടുത്ത് വെച്ച് ചെയ്യണം എന്നറിയില്ല. പക്ഷേ സെറ്റാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. നമ്മളിത് കുത്തി വേണം കേട്ടോ ഇറങ്ങാൻ. അത് പണിയാണ്. നല്ലൊരു സ്ലിപ്പാണ് കാലി. അടിപൊളിയാണ് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട് വാട്ടർഫാളിൻ്റെ. എൻ്റെ മോനെ സെറ്റാണെന്നല്ലേ. അമ്മ അടിയിലെത്തി. ഞാനേ വടി ഒരെണ്ണം നോക്കണമായിരുന്നു, കാരണം മറ്റേ വടി ഒടിഞ്ഞു പോകണ്ട. വേറെ ആൾക്കാരൊക്കെ മേലിൽ തന്നെ ഏട്ടാ. ഒന്ന് ചാടണം. ഫസ്റ്റ് കേവ് കണ്ടിട്ട് വന്നാൽ മതിയാണ്, കാരണം അത് ഫസ്റ്റ് വന്നിട്ട് ചാടാലാന്ന് വിചാരിക്കണമായിരുന്നു. പക്ഷേ ആദ്യം ഒന്ന് ജസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാലാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് കേവ് നമ്മൾ വാട്ടർഫാളിൽ അവിടെ എത്തിയതാ. അടിപൊളി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങണം. നമ്മൾ ഒന്ന് നോക്കാം. എന്തായാലും ഉണ്ടല്ലോ എല്ലാ ആൾക്കാരും മേളിൽ നിന്ന് ഇപ്പോൾ പോയിട്ട് വന്ന, അതായത് ഇവരൊക്കെ കേവ് കണ്ടിട്ട് വന്ന വഴിയാണ്ടാ. ഹായ് ബ്രോ, യു വിസിറ്റ് കേവ്? ഓ എടാ, കേവ് കണ്ടിട്ട് പോരാടാ. അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ. ഇവരെല്ലാവരും കേവ് കണ്ടിട്ടാണ്, കാരണം അതാ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാലോ. ഒരുപാട് ആൾക്കാരുണ്ട് അടിയിൽ. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചത്. എനിക്ക് പണി എന്ന് പറയുന്നത് ഇതാണ്, ഈ ചെരുപ്പായതുകൊണ്ട്. നല്ല ആഴമുണ്ടല്ലേ, ഇറങ്ങാൻ രക്ഷയുണ്ടാവൂല കേട്ടാ. നോക്കിയേ ആൾക്കാർ. എനിക്ക് എടാ അവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടത് ആൾക്കാർ. നമുക്കും ഉണ്ടാക്കാം, ഫുഡ് ഉണ്ടാക്കാം. സെറ്റാണ് അങ്ങനെ, രക്ഷയില്ല. ആൾക്കാരിപ്പോൾ ആരും ഇറങ്ങണില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ആൾക്കാർ ഇറങ്ങും. നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് കേവ് കണ്ടിട്ട് വരാമെന്ന് വെച്ച്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാട്ടാ. പാലൊഴുകുക തന്നെ പോലെയാണ് ഇങ്ങനെ ഒഴുകുക തന്നെ. കൊള്ളാം. എന്തായാലും ഞങ്ങളിപ്പോൾ എന്തായാലും ഒന്ന് കേവ് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മേലാണ് കേവ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് റൂട്ട് ഉണ്ട്. ഓ പിന്നെ ഉണ്ട്. നമ്മളെ പോണ റൂട്ടാണ്ട് ഈ കാണണം. സ്ലിപ്പ് കാണണ്ട കേട്ടോ. ഇവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകുക തന്നെ. മേലാണല്ലേ? ആ പയ്യെ വരാം എനിക്ക് സ്ലിപ്പാണ്. ചിലവ് പയ്യെ കയറിയാൽ കേട്ടാ. നോക്കിപ്പോണേ, തന്നെ ഉണ്ടെന്ന് തോന്നണേ. അല്ലേ ഇവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം ഒഴുകി പോണ. അടിപൊളിയാണ്ടാ. എനിക്ക് പേടിയുള്ള ഒറ്റ കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്ലിപ്പർ ഇട്ടിട്ട് പോകണോണ്ടാട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല, കാരണം ഇങ്ങനെ ട്രെക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്ടേ. എന്നാലും നമുക്ക് പയ്യെ പോകാം. അവിടെ കണ്ടില്ലേ നനഞ്ഞ് തന്നെ സ്ലിപ്പാണ്ട്. നമ്മളെ ഇപ്പോൾ ഇവിടെ ആൾക്കാർ കുളിക്കാണ്ട് കേട്ടാ, കാരണം ഇവിടെ ചെറിയൊരു വാട്ടർഫാളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ, ഇവിടെ ആൾക്കാരെ കുളിക്കണം. അവരവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാ. അതിൽ നിന്ന് ഇങ്ങനെ ചാടി വന്നത്. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കണേട്ടാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങണം. ആദ്യം കേവ് കണ്ടിട്ട് വരാലാന്ന് വെച്ച്, കാരണം അല്ലെങ്കിൽ മുഷിയും. നമ്മളെന്തായാലും കുളിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാലാന്ന് വെച്ച്, കാരണം കേവ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമുക്ക് ഈ ബാമ്പൂട്ട് ഇതാണ് വാട്ടർഫാളിൽ കുളിക്കാൻ വേണ്ട. അപ്പോൾ അതെന്തായാലും സെറ്റാണ്. इधर से रास्ता है भैया, रास्ता है इधर से, रास्ता है. अच्छा हाय. अभी बड़ा कुछ भाई है ना. मेरा ट्रैवल बाय अश्कर. हाय അഷ്കർ. യെസ്, ദൂരമല്ലേ? കയറാം. എന്നിട്ട് വന്നിട്ട് ഇറങ്ങാടാ. അതായിരിക്കും അല്ലെങ്കിൽ മുഷി. അപ്പോൾ ചിലവ് പോകണ്ടേട്ടാ. അതിൻ്റെ പുറകിൽ ഞാൻ ഫസ്റ്റ് ഷെഫീക്ക് പോയി. ചിലവ് നീ പയ്യെ പോക്കോട്ടാ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ട്രെക്ക് ചെയ്ത് ഇറങ്ങി വേണം പോകാൻ. ഇത് നോക്കി ഇപ്പം ആറയുടെയൊക്കെ ഒരു ശൈലി നോക്കി ഇങ്ങനെ വിട്ടിരിക്കാനേട്ടാ. കണ്ടില്ലേ വെള്ളമൊക്കെ ഒരു രക്ഷയില്ല. തെളിനീര് പോലെ ഇരിക്കുന്നത്. ചിലവ് പയ്യേട്ടാ. നോക്കി പോയാൽ
എൻ്റെ മോനെ രക്ഷയില്ലെന്ന് പറയുന്ന രക്ഷയില്ലാട്ടെ കാഴ്ച വയ്ക്കുന്നത്. ഇതാണ് നമ്മളെ ക്രംചുംബെ കേവട്ട. അപ്പോൾ കുബ്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ലാംഗ്വേജിൽ നന്ദി, താങ്ക്സ് എന്നൊക്കെ ഉണ്ടാ കുബ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോരാ അല്ല ഒരു ഇങ്ങനെ വിട്ട് അതെ വിട്ടൊക്കെ ഇരിക്കണ പാറിങ്ങനെ. ശരി മോൻ ഇതിൽ ഇത് പിടിച്ചു വരാനുള്ളതല്ലേ. ഓ നമ്മളെ മുളേനെ എവിടെയെങ്കിലും സേഫ് ആക്കണം, എന്നിട്ട് നമുക്ക് പോവാൻ. നീ ഫസ്റ്റ് നോക്കാം, അതായത് കുറച്ച് കൂടാ ബെറ്റർ. ബാഗ് ഷെഫീക്ക് ബാഗ് എവിടെയെങ്കിലും വെക്കാടാ. ബാഗ് വെച്ചിട്ടോ നിനക്ക് പണിയാവോ. അല്ലെങ്കിൽ വെള്ളം നോക്കിയേ, വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ വെള്ളം ഒരു രക്ഷയില്ലാട്ടോ. രക്ഷയില്ലാട്ടാ, ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ഇതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ക്രംചുംബെ കേവട്ട. ഒരു രക്ഷയില്ലെന്ന് പറയുന്ന രക്ഷയില്ല. ഇവിടെ ഏകദേശം ഒരുപാട് കിലോമീറ്ററോളം നമുക്ക് പോകാൻ പറ്റും. പക്ഷേ പോകുന്തോറും നമുക്ക് ഭയങ്കര ആഴവും കാര്യങ്ങളാണ്. പിന്നെ ഗൈഡിൻ്റെ ഇതില്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വഴി തെറ്റും എന്ന് പറയുന്ന വഴി തെറ്റും അവർ പറഞ്ഞ നമ്മളോട് അതല്ലേ. ഓ ഇനി വെള്ളമൊക്കെ പോയിക്കേ അടിയൊക്കെ കാണാൻ പറ്റട്ടെ. ആ ലൈറ്റ് അടിക്കുമ്പോൾ ക്ലിയർ ആകാൻ പറ്റാണ്ട്. ഇവിടെ നിന്ന് ബാംബൂല് നമുക്ക് ഇങ്ങനെ അതായത് ബോട്ടിങ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിന് ഇത്ര ചാർജ് ഉണ്ട്, 1500 1200 വെച്ച് പെർ ഹെഡോ ഒരു ബോട്ടിന് എന്തോ ചാർജ് ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ മറ്റേ വവ്വാലുകളൊക്കെ വന്നിരിക്കണ പോലെ ഒരു ഇതാട്ടോ ഫീല്. വല്ലാത്തൊരു ഇതാട്ടോ. ഇവിടെയൊക്കെ വന്നോട്ടെ എന്തായാലും. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ് ക്രംചുംബെ. ഇവിടെ ഒരാൾ ഇറങ്ങി പോകണം നോക്കി. ഞങ്ങളിവിടെ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ വന്നേട്ടാ. വന്ന് ഇവിടെ എത്തി. അടിപൊളിയാട്ടാ. ഇന്ന് എന്തായാലും ഇറങ്ങണം കേട്ടോ. ഇറങ്ങുമ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. രക്ഷയില്ലാതെ അവിടെ ചിലവ് ഇറങ്ങുന്നുണ്ട്. ചിലവ് ഇറങ്ങാൻ പോകണോ? ഇറങ്ങിക്കോ പയ്യെ ഇറങ്ങിക്കോ. നോക്കി ഇറങ്ങാൻ. എടാ ഇപ്പുറത്തെ വഴി കൂടെ ഇറങ്ങ്, കാരണം ആഴം ഉണ്ടാവും. അവിടെ ഇതാ ചുണ്ടൻ വെള്ളം വന്നിരിക്കുകയാണ്. അടിപൊളിയാണ്ടാ, ഒരു രക്ഷയില്ല. നമ്മള് വേറെ ലെവലാണ്. ഇവിടെ ചിലവ് ഇറങ്ങാൻ കേട്ടാ. പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ബാഗൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടി വേണ്ട, കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങണോണ്ടേ. അപ്പോൾ അത് നോക്കാം എന്തായാലും. അല്ലെങ്കിൽ ഇവരാദ്യം ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ഇവരുടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചേട്ടാ. നോക്കിയാൽ അടിപൊളിയാട്ടെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയേ. കാരണം ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് പിള്ളേരൊക്കെ ആക്കി. നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഫീലില് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇതിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ നേരെ വന്നു. ഇത് നമ്മുടെ ക്രംചുംബെ ആട്ടാ. അതായത് നമ്മുടെ കുഡും എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ്, അതായത് വില്ലേജിൽ പെട്ട ഒരു സ്ഥലമാണ്. അതായത് മേഘാലയയിലാണ് ഇത് സ്ഥിതി ചെയ്യണത്. മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് വരാൻ പറ്റും കേട്ടോ. നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് ഈ സ്ഥലം. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിച്ചോര എന്ന് പറയും. അപ്പോൾ അതും അടിപൊളിയാട്ടാ. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ചെലോ ഇറങ്ങിക്കോ വീഡിയോ ചെലോ ഇറങ്ങിക്കോ വീഡിയോ. അവിടെ ഇല്ലാന്നോ? അവിടെ കാലുകുത്തുന്നില്ല. ഞാനല്ല ഇതില് ഇത് മോനെ ഞങ്ങളിപ്പോൾ ഇറങ്ങി പൊളിച്ച് സെറ്റായുള്ളൂ കേട്ടോ. അടിപൊളി എന്ന് പറയുക, അടിപൊളി രക്ഷയില്ല. ഷെഫിക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്?
പിന്നെ അടിപൊളിയല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ആഴമുണ്ട് കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് എല്ലാവരും പോകണത്. പക്ഷേ ഞാൻ കുറച്ച് പോയിട്ടോ, പക്ഷേ സ്റ്റാമിന ഇട്ടാളാ, അതുകൊണ്ട് നമ്മൾ ഗൈഡെടുക്കാൻ നല്ലതല്ലേ. ഒരുപാട് ദൂരം നമുക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടു പോകട്ടോ. ഗൈഡ് ഉള്ളതല്ല, കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്വിമ്മ് ചെയ്യാതെ. ഇപ്പോൾ എത്ര സ്വിമ്മ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് പണിയാണ് ലൈഫ് ജാക്കറ്റ് ഇല്ലെങ്കിൽ. എടാ ചെലവ് എങ്ങനെ ആളവിടെ വീഡിയോ എടുക്കണേ തിരക്കിലാതാ. എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. രക്ഷിതാട്ടോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് സെറ്റി നമ്മളിപ്പോൾ അവിടെ നിന്ന് ആ വാട്ടർഫാളിൻ്റെ അടുത്ത് വന്നിട്ട്, ഇത് ചെമ്പെ ഫാൾസ് എന്നാണ് പറയണത്. ഇത് നോക്കി വെള്ളം ഒഴുകണമൊക്കെ ഒരുമാതിരി പാലിങ്ങനെ ഒഴുകുമല്ലോ, ആ ഒരു ഫീലാണ് കേട്ടോ. അല്ലേ, ഇങ്ങനെ പാലിങ്ങനെ ഒഴുകി വരുമല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണല്ലേ. പിന്നെ ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ മൺസൂൺ ടൈമിൽ തന്നെയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവട്ടെ ഈ ഒരു വാട്ടർഫാളിൽ. പക്ഷേ ഇത് വേറെ തന്നെ ഫീലാണ്, നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ടില്ല, ഒരു അല്ലേ പാലൊഴുകി തന്നെ ഓരല്ലേ. പക്ഷെ എന്താ കളർ നോക്കിയേ, പിന്നല്ലാണ്ട്. പക്ഷെ ഇതിൻ്റെ ആ ഒരു കളർ നോക്കിയേ, എന്താ ശരിക്കും എന്താ പറയണ്ട. പക്ഷെ ആഴമുണ്ട്. ഞങ്ങളിപ്പോൾ അതെ, ഒരു പടം ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ, അതായത് നമ്മളിങ്ങനെ ആർട്ടൊക്കെ ചെയ്യല, അങ്ങനത്തെ ഒരു ഫീലാണ്. പക്ഷെ എൻ്റെ പൊന്നോ രക്ഷയില്ല മക്കളെ, ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്ന കേട്ടാ. നമ്മുടെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാണ്. അതെ, ഇവിടെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നേട്ടാ. അപ്പോൾ ഇങ്ങനെ കൊണ്ടില്ലേ എൻ്റെ പൊന്നോ, ഇങ്ങനെ പാലൊഴുകി വന്ന പോലെ ഉണ്ട്, വെള്ളം ഒഴുകി തന്നെ. ഇത് ഞാനിങ്ങനെ കാണൽ കുറവാണ്ട് ഇതിനു മുമ്പ്. ഇങ്ങനെ ഒഴുകി നേരെ അടിയിലേക്കാണ് വെള്ളം പോണത്. നമ്മൾ അവിടെ നിന്ന് കുളിച്ചില്ല, ആ ഒരു വെള്ളം തന്നെയാണ്, അതായത് ആ ഒരു കേബിൽ നിന്ന് വന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോണേ കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദൂരം വരെ അങ്ങനെ പോകുന്നുണ്ട്. അടിയിലേക്ക് ചെറിയൊരു റിവറുണ്ട്, അങ്ങാടേക്കൊക്കെ ഒഴുകി പോകണം. അതായത് നമ്മൾ ഇന്നലെ താമസിച്ച ടെൻ്റ് അടിച്ചില്ലേ, ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു വെള്ളം ഒഴുകി പോകണം കേട്ടോ. പിന്നെ ഇവിടെ ആരാണ്ട് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ആ തീ ഇങ്ങനെ അണങ്ങി പുക വന്നിട്ടിരിക്കുന്നത് കൊള്ളാട്ടെ. എന്തായാലും ഞങ്ങളങ്ങനെ ക്രംചുംബിയനോട് യാത്ര പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ പോണേട്ടാ. അല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. മനസ്സ് വരുന്നല്ലേ മോനെ, ഇത് കണ്ട് നോക്കണമെങ്കിൽ രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരമായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല അനുഭവം കേട്ടോ. പിന്നെ അത് അടിയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ആസാമിൽ നിന്ന് വന്നാൽ കേട്ടോ. പക്ഷെ അവരൊക്കെയായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കമ്പനിയായി. എന്നാലും യാത്രകൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് സൗഹൃദങ്ങളും നമുക്ക് നേരുന്നു. അതേപോലെ തന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇന്നും ഒരുപാട് സൗഹൃദങ്ങളും സന്തോഷങ്ങളും കിട്ടി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങണേട്ടാ. നമ്മളെ ഇപ്പോൾ വന്നവയ്ക്ക് ഒരു ലെഫ്റ്റ് കിട്ടിയാടാ. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാഗ് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പയ്യടാ അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കണേട്ടാ. സത്യം പറയാൻ ഞങ്ങളിപ്പോൾ ഒരുപാട് ദൂരം തള്ളിക്കൊണ്ടുള്ള യാത്ര, നടന്നുകൊണ്ടുള്ള യാത്രയിലാണ്. കാരണം സൈക്കിൾ തള്ളണം ആ ഒരു ചിന്തയാണ് മനസ്സിൽ ഇപ്പോഴും. സത്യം പറയാൻ അങ്ങനെയാണോ, സത്യം പറയാൻ മനസ്സിൽ അങ്ങനെ വേണ്ട. പക്ഷേ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടി. ആ ലിഫ്റ്റ് നമ്മുടെ അവിടെ വരെയാണ്, ശരിക്കും ജോവായി വരെ ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കണം. ഒരുപാട് സംസാരിച്ചു. പുള്ളി നമ്മളോട് പറഞ്ഞല്ലേ ഇങ്ങനെ പൈസ വേണം ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങള് പറഞ്ഞ് നിങ്ങളുടെ അതിഥികളാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ പറഞ്ഞ് അവസാനം ഒന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോണേണ്. എന്തായാലും നമുക്ക് അല്ലേ വിശ്വസിക്കാമല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ. അതാണത്. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. പിന്നെ ഇത് പോണ റൂട്ടാണ്, ലേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതാണ് വീഡിയോ കാര്യങ്ങളൊന്നും സെറ്റാകാത്ത. അപ്പം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയി ആ റൂമിൽ തന്നെ വീണ്ടും എത്തി. ഭയങ്കര തണുപ്പാർന്ന കേട്ടാ. അല്ലേ, ഞങ്ങൾ വന്ന് മാഗി ഉണ്ടാക്കി. അല്ലേ, ഡ്രസ്സ് ഇതൊന്നും ഇട്ടിട്ട് സെറ്റാണ്ടാവില്ല അല്ലേ. പിന്നെ മാഗി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ അവിടെ ഉണ്ട് കേട്ടാ. അപ്പം എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങി. നാളെ നമ്മൾ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ എന്തായാലും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ കേട്ടോ.